ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതേ. അപ്പം എല്ലാവരുടെയും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവർക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര മടിയുണ്ട്. ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ, അതായത് പ്രത്യേകിച്ച് ഏത്തപ്പഴമൊക്കെ. അപ്പോൾ അമ്മമാരെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ ചെയ്ത ട്രിക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ഏത്തപ്പഴം ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റണം, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇച്ചിരി ജീരകപ്പൊടി ഇട്ട് ചൂടോടെ പിള്ളേരുടെ കയ്യിലോട്ട് കഴിക്കാൻ കൊടുക്കരുത്. അമ്മമാർ തന്നെ അത് കൊച്ചു കൊച്ചു പീസാക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. നെയ്ക്കകത്ത് കുറച്ച് നെയ്യ് എടുത്താൽ മതി. എന്നിട്ട് ജീരകപ്പൊടിയും കൂടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ തന്നെ പിള്ളേരുടെ വായിലിങ്ങനെ ഓരോ പീസായിട്ട് എടുത്തിട്ടെടുത്ത് കൊടുക്കണം. അപ്പോൾ അവരിങ്ങനെ അവരുടെ കയ്യിലോട്ട് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മടിയാണ് കഴിക്കാൻ. അപ്പോൾ അത് 10 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി മടിയുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം വന്നാൽ അത് ചൂടോടെ കൊടുക്കണം. അപ്പോൾ ഈ തണുപ്പത്ത് ഭക്ഷണം എടുത്ത് വെച്ച് കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല, അത് തണുത്തു പോകും. അപ്പം നമ്മൾ പിള്ളേരുടെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ ചൂടോടെ അത് ചുരുളയാക്കിയിട്ട് പിള്ളേരുടെ വായിലോട്ട് കൊടുക്കുമ്പോൾ എത്ര മടിയുള്ള പിള്ളേരും ഭക്ഷണം കഴിക്കും. അതുപോലെ വേറൊരു കാര്യമുണ്ട്. പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഒക്കെ അതിനു മുമ്പ് നമ്മുടെ പണികളൊക്കെ ഒതുക്കിയിട്ട് അവരുടെ സ്കൂളിലെ വിശേഷങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ അവരുടെ അടുത്തൊന്ന് ഇരിക്കണം. അപ്പം ചിലപ്പം എക്സാമിൻ്റെ പേപ്പറും കൊണ്ട് ചിലപ്പം ഇച്ചിരി മാർക്ക് കുറവായിരിക്കും, മാർക്ക് കുറവാണേലും അവരെ അങ്ങനെ അധികം ഒന്നും നമ്മൾ വഴക്ക് പറയരുത്. അപ്പോൾ അവർക്കൊരു സന്തോഷം കൊടുക്കുക. ഇഷ്ടമുള്ള ഭക്ഷണം, അത്ര ഇഷ്ടമുള്ള ഭക്ഷണമുള്ള അല്ല നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ അവരുടെ അടുത്തിരുന്ന് ചൂടോടെ നമ്മൾ വായിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പം എത്ര മടിയുള്ള പിള്ളേരും ഭക്ഷണം കഴിക്കും. അപ്പം ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിള്ളേർ ഭക്ഷണം കഴിക്കുക. അതുപോലെ ജങ്ക് ഫുഡുകൾ പരമാവധി പിള്ളേർക്ക് കൊടുക്കുന്ന ഒഴിവാക്കുക. അത്യാവശ്യ സമയങ്ങളിൽ മാത്രം കൊടുക്കുക. അത്രയ്ക്കും ആവശ്യം ചോദിക്കുക. ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് വിശക്കത്തില്ല. അത് കഴിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് തോന്നത്തില്ല. പിള്ളേരുടെ ആരോഗ്യം മോശമായിപ്പോൾ ബലമില്ലാണ്ടായിപ്പോൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ കയ്യും കാലും ഓടിയും. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ എല്ലാ അമ്മമാരും പേരൻസ് എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ.